ഇതിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിക്കണം. സന്നിധിയിലായിരിക്കുന്ന പ്രിയ മക്കളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പകലത്തെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം ചില മിനിറ്റിൽ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പാടുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഉന്നതവേദിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ, ഉന്നതവേദിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ എന്നും മാറല്ലേ. വെടിഞ്ഞു വന്ന മണ്ണിടത്തിൽ നിന്നെയോർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദമെന്നു വന്ന വന്നിച്ചിടാം. നന്ദനന്റെ വന്യപാദമെന്നു ഒന്നായി വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. എന്നീ വിശുദ്ധരെത്ര നാളായി പ്രാർത്ഥനമ്പിക്കൂ. എന്നീ വിശുദ്ധരെത്ര നാളായി പ്രാർത്ഥനമ്പിക്കൂ. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി വേല തീർത്തു പ്രാർത്ഥനം വെടിഞ്ഞു പോകാം. പൂർത്തിയായി നിൻ വേല തീർത്തു പ്രാർത്ഥനം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമീരാഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമീരാഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഇനി അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. ഇനി അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിനാത്മാവാന ശക്തിയാൽ തന്റെ വേല തീർക്കാം. പുത്രത്വത്തിനാത്മാവാന ശക്തിയാൽ തന്റെ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ
അന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടം. നന്ദനന്റെ വന്യപാദമെന്നും ഒന്നായി വന്നിച്ചിടം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിതമാഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിതമാഗമിക്കാറായി. പാപമില്ല പരിശുദ്ധന്മാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധന്മാരിടത്തിൽ വന്നു തന്റെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുവാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്ത പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നടുത്ത പെന്തക്കോസ്തിൻ വേലയാണ്. ചന്ദ്രമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്ദ്രമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടി കർത്താവിനെ കർത്താവ് കൃപ ചെയ്തല്ലോ. സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യാവേളയ്ക്കായി നിന്നോട് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുവാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. നല്ല പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ കൃപ ചെയ്തതിനായി സ്തോത്രം. മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. രാജേഷ് വാസക്കായി, ബിനുമോൻ MLനായി, പോലെ പ്രിയ രാജഭാസക്കായി എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിശുദ്ധ പകലിലൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ആഗതനായി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഗേസി ആന്റിയാണ് തിരുവചനം ശുശ്രൂഷിക്കേണ്ടത്. എന്നാൽ സാങ്കേതികമായ അല്പം പ്രയാസം അവിടെ നേരിട്ടത് കൊണ്ട് ഇന്ന് ശുശ്രൂഷിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടെ കാലാവസ്ഥ വളരെ മഴയാണ്, അതുപോലെ കരണ്ട് പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് വരുന്ന ഞായറാഴ്ച ആന്റി കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ശുശ്രൂഷിക്കും. ഒരു തിരുവചനം വായിച്ച് ഞാൻ വേഗത്തിലിരിക്കുന്നു. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ആമേൻ. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം നമുക്കവിടെ ഇപ്രകാരം കാണുന്നു. ആരാധനയോടുള്ള ബന്ധത്തിൽ വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു. സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രി ദൈവം ദാനമായി തന്നത് ഓർത്ത്
ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഘടനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ തന്നെ. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വചനമാണ് നമ്മൾ വായിച്ചത്. വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു. ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കർത്താവ് കൊടുത്തപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും ഒരുപാട് നിബന്ധനകൾ കർത്താവ് വെച്ചിട്ടുണ്ട്. ആരാധനയെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് യഹൂദന്റെ ശബത്തിനെ സംബന്ധിച്ചിടത്തോളം, ശബത്ത് ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അതെങ്ങനെയായിരിക്കണം ഓരോരുത്തരും എന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ, പഞ്ചഗ്രന്ഥത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൊയ്ത്ത് കഴിയുമ്പോൾ കൊയ്ത്തിനോടുള്ള ബന്ധത്തിലോ അത് എങ്ങനെയായിരിക്കണം, തീർത്ത് കൊയ്യരുത്, അല്പം അവിടെ ശേഷിപ്പിക്കണം. അത് അനാഥന്മാർക്ക്, വിധവന്മാർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ളതാണ്. യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, ഓരോ വസ്തുത സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള, വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളാണ് നമുക്ക് ഈ വചനങ്ങളിലൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ആവർത്തന പുസ്തകം 19-ാം അധ്യായം ഒടുവിലേക്ക് വരുമ്പോൾ, ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ഒരാളൊരു ദോഷം പ്രവർത്തിച്ചാൽ ശേഷമുള്ളവർ കേട്ടു ഭയപ്പെടണം. നിനക്ക് കനിവ് തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം കല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്. അപ്പൊ ഒരുവൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും കനിവും അവനോട് തോന്നരുത്. അതിന് ശക്തമായ ശിക്ഷയാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശിക്ഷയ്ക്ക് അർഹനായവനോട് യാതൊരു കനിവും തോന്നരുത്. കാരണം ശേഷമുള്ളവർ ഇത് കണ്ടും കേട്ടും ഭയപ്പെടണം. നാളെ ഇത്തരത്തിലുള്ള പ്രമാണത്തിന് വിരുദ്ധമായ ഒരു തെറ്റ് നീ ചെയ്താൽ, ഇപ്പോൾ ഈ ശിക്ഷയ്ക്ക് അർഹനായ ആള്, ആ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷ പോലെ നാളും നീയും ഇത്തരത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി ദോഷം ചെയ്താൽ നാളെ നിനക്കും ഈ ഗതിയാണെന്ന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ ശിക്ഷ. പുതിയ നിയമം എടുത്തു പഠിച്ചാലും യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തി ഒരുവനിൽ ഉണ്ടായാൽ എല്ലാവരും കേൾക്കാൻ ശാസിക്കണം. എന്നാൽ ഇന്ന് സാഹചര്യവശാൽ എന്തെങ്കിലും പറയാൻ പോയാൽ അവൻ പിറ്റേയാഴ്ച മുതൽ പള്ളിയിൽ, ചർച്ചിൽ വരികയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് സ്കൂൾ തലമായാലും ആരാധന തലമായാലും സൺഡേ സ്കൂൾ ആയാലും ദേവദാസന്മാരെന്നെല്ലാം പലതും കണ്ണടച്ച് വിടുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു കാലത്തിലേക്ക് എത്തി. 10-20 വർഷം പുറകിൽ ആ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഓരോ കാര്യങ്ങളിലും. ദേവദാസന്മാർ പറയുന്നത് കേൾക്കാൻ സന്മനസ്സുള്ളവരായിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവമക്കൾ. എന്നാൽ ഇന്ന് കാലം മാറി. എല്ലാ തലങ്ങളിലേക്കും ജനങ്ങൾ അറിയാതെ മിങ്കിളായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള കാര്യാദികളിലേക്കും ലോകത്തിന്റെ എല്ലാ രീതികളിലേക്കും ഇന്നുള്ള ആളുകൾ ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെല്ലുമ്പോൾ ജാതികളുടെ ഒരാരാധന രീതിയോ അല്ലെങ്കിൽ അവരുടെ യാതൊരു രീതികളും നിങ്ങൾ അനുകരിക്കാനായിട്ട് പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള ദോഷം പ്രവർത്തിച്ചാൽ അവർക്ക് എങ്ങനെയാണ് ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ടത്, അതെല്ലാം ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിച്ച ഒരു വാക്യം മറന്നു പോയിട്ടില്ല. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയം ധൈര്യം കെടുത്താതിരിക്കുകയാണ് വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ യുദ്ധത്തെ നേരിടാൻ എന്തെങ്കിലും അധൈര്യം ഒരുവൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവൻ അവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ എന്നാണ്. കാരണം അവൻ ഉണ്ടെങ്കിൽ ഈ യുദ്ധം തോക്കും. യുദ്ധത്തിന് തയ്യാറായിട്ട് 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരുത്തിന് ഈ യുദ്ധത്തിൽ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത് ഭയപ്പാടുണ്ടായാൽ, പേടി തട്ടിയാൽ പിന്നെ അവൻ അവിടെ നിൽക്കരുത്, അവന്റെ വീട്ടിലോട്ട് പോകണം. കാരണം അവൻ ഈ 10 പേര് കൂടെ ഉണ്ടെങ്കിൽ അവൻ ഈ 10 പേരെ തോൽപ്പിക്കും. കാരണം അവൻ പരാജയത്തിന്റെ വാക്ക് പറയും. അപ്പൊ നീ ഇല്ലേലും വേണ്ടില്ല, 9 പേരെ ഉള്ളോ, അത് മതി. ആ 9 പേര് ധൈര്യത്തോടെ മുമ്പോട്ട് പോയാൽ ജയം ഉറപ്പാണ്. ഒറ്റ നോക്കാൻ പോയ 12 പേരിൽ 10 പേരും ധൈര്യം ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് പ്രമാണം അവർക്കും കൊടുത്തിരിക്കുന്നത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ തന്റെ തന്റെ ഹൃദയം പോലെ മറ്റൊരുത്തന്റെ ഹൃദയത്തെയും ധൈര്യം കെടുത്താതിരിക്കുകയാണ്, നാം വീട്ടിലേക്ക് പോകട്ടെ എന്നാണ്. അപ്പോ എല്ലാ കാര്യാദികൾക്കും ഒരു ഭാര്യ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടായാലും എല്ലാ കാര്യങ്ങളിലുമേലും വളരെ കർക്കശമായ നിലപാടാണ് പഴയ നിയമവചനത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ വായിച്ച ഗുരുവാക്യം അങ്ങനെയാണ്, പോകുമ്പോൾ വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെങ്കിലും നിന്റെ ദൈവമായ യഹോവ വ്യക്തമായി പരിശോധിച്ചിട്ട് വേണം അതിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ യാഗം ഊനമില്ലാത്തൊരു കാളയാട്ടെ ആടിനെയാകട്ടെ യാഗം കഴിച്ചാലാണ് അത് ദൈവത്തിന് പ്രസാദകരമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഇന്നുള്ള നമ്മുടെ പല ആരാധനകളിലും എത്രമാത്രം ദൈവം പ്രസാദിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പല ആരാധനയും ബാഹ്യപ്രകടനങ്ങളായി മാറുന്നു. ഊനം, വിരൂപത ഇത് ഇന്നും ഉള്ളിൽ വെച്ചുകൊണ്ട്, എന്താണ് നമ്മളെ ഊനങ്ങൾ എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് അനുമാനിക്കുന്ന നമ്മുടെ ഇടയിലുള്ള വില്ലത്തരങ്ങളാണ് പക, പിണക്കം, കുശുമ്പ്, ജാരശങ്ക, ഇങ്ങനെയുള്ള വിഷം ചീറ്റുന്ന തരത്തിലുള്ള സ്വഭാവത്തിന്റെ ഉടമകളാണ് നമ്മുടെ ഇടയിൽ പലരും. ഇതെല്ലാം ഊനമാണ്. ഇതിനെ താലോലിച്ച് മുമ്പോട്ട് പോയാൽ കാഹളം ധനിക്കുമ്പോൾ മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആരാധന സ്വർഗം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ആരാധന ഊനമില്ലാത്തതായിരിക്കണം. നമ്മുടെ ആരാധന വിരൂപതയുള്ളതാകാൻ പാടില്ല. അങ്ങനെയുള്ള ആരാധനയെ സ്വർഗം പ്രസാദിക്കത്തുള്ളൂ. അതാണ് യഹോവ പ്രസാദിക്കുന്ന ആരാധന. അല്ലാത്ത യാഗമെല്ലാം ദൈവത്തിന്റെ വെറുപ്പാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന എപ്പോഴും നല്ലതാണ്. പ്രമാണവുമായി തട്ടി നോക്കി എന്തെങ്കിലും ഊനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് ക്രമപ്പെട്ട് വ്യവസ്ഥയോടുകൂടെ ഒരു പാട്ട് പാടിയാലും കൈയടിച്ചാലും ആരാധിച്ചാലും ആ ആരാധനയാണ് സ്വർഗത്തിനിഷ്ടം. പ്രമാണം വിട്ട് നീ എത്ര സംഗീത ഉപകരണത്തിന്റെ അകമ്പടിയോടുകൂടി എന്തെല്ലാം കാട്ടിക്കുട്ടിയാലും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ്
ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നെങ്കിൽ അതൊക്കെ വെറും ബാഹ്യ പ്രകടനമായി മാറുമ്പോൾ ആത്മാവിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ സ്തോത്രം കുറവുകളില്ലാതെ ആത്മാവിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിന് കാരാഗ്രഹത്തിന്റെ അടിത്തറകളെത്താൻ കഴിയും. വ്യവസ്ഥകൾ വിട്ട് ഊനമുള്ള ആരാധനയായി നമ്മൾ എന്തെല്ലാം കാട്ടിക്കുട്ടിയാലും അതൊക്കെ ഒരു ബാഹ്യ പ്രകടനമായിട്ടേ കർത്താവ് കണക്കാക്കത്തുള്ളൂ. എന്നാൽ പഴയ നിയമം വ്യവസ്ഥ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് വല്ല ഊനമോ ഏത് തരത്തിലെങ്കിലും വിരൂപതയോ എന്തെങ്കിലും കാളയ്ക്കോ ആടിനോ ഉണ്ടെങ്കിൽ അതിനെ യാഗം അർപ്പിക്കാൻ പാടില്ല. ഇതെന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ദൈവിക സന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഒന്ന് വിചിന്തനം ചെയ്യണം. റോമാലേഖനം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. 12-ാം വാക്യം, 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ആരാധന സ്വർഗം പ്രസാദിക്കണമെങ്കിൽ ഊനമില്ലാത്ത ആരാധനയായിരിക്കണം. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. സ്തോത്രം. അങ്ങനെയുള്ള ആരാധനയാണ് സ്വർഗത്തിന് പ്രസാദമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ സ്തോത്രം നമ്മുടെ എല്ലാ കുറവുകളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധന, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ കയ്യടികളൊക്കെ സ്വർഗത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഊനങ്ങൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞാൽ ആമേൻ, സ്തോത്രം, നമ്മുടെ ആരാധന അനുഗ്രഹമായി തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ രാത്രിയിൽ സ്തോത്രം നാം യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ സ്വയമായൊരു പരിശോധന നമുക്ക് ആർക്കും ഇല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. പ്രസംഗിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും സ്വയമായി ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആമേൻ. അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ പാപത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ പെടുത്താത്ത പല കാര്യങ്ങളുണ്ട്. വീടി വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും ആമേൻ ദുർനടപ്പും ഒക്കെ പാപത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ പെടുത്തുമ്പോൾ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനെന്ന് പ്രമാണം പഠിപ്പിക്കുന്നെങ്കിൽ നിസാര എന്ന വാക്കിന്റെ പേരിൽ ഒരുവൻ അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തോരം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ നിസാര എന്ന് കാണുന്നത് സ്വർഗീയ കോടതിയിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. ആമേൻ. സ്തോത്രം. പകയും പിണക്കും ഒക്കെ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും ആമേൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വരാവുന്ന സംഗതികളാണ്. എന്നാൽ അതൊക്കെ അങ്ങ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മറന്നു പോകാൻ അതൊക്കെ തടസ്സത്തിന് കാരണമായി തീരും. ആമേൻ. ആയതുകൊണ്ട് നമ്മുടെ ആരാധനകൾ ഊനമില്ലാത്തതായി, ആമേൻ, സ്തോത്രം, നമ്മുടെ യാഗങ്ങൾ എന്തെങ്കിലും വിരൂപതയുണ്ടോ എന്ന് നമ്മൾ കുടലക്ഷമായി പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. വേർവിളിക്കും നേരം കാണും എൻ പേരും എന്നുള്ള പാട്ടുകളൊക്കെ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. എന്നാൽ ആ പേര് വിളിക്കുന്ന സന്ദർഭത്തിൽ ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം ഊനമില്ലാത്തതായിരിക്കണം, നമ്മുടെ ആരാധന ഊനമില്ലാത്തതായിരിക്കണം. ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ള ആരാധനയാണ് സ്വർഗത്തിന് പ്രസാദമായി തീരുന്നത്. എന്നാൽ ഇന്ന് വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വേർപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ജനത്തിന് മനസ്സില്ലാതിരിക്കുന്നു. അവൻ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അവൻ അനേകം നശിച്ചു ഉപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. കർത്താവ് വരുവോളം ആമേൻ ദൈവിക സന്നിധാനത്തിൽ യഹോവയ്ക്ക് പ്രസാദമുള്ളവരായി നമ്മുടെ ഓരോ ചെയ്തികളിലും കർത്താവിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് നമ്മുടെ ആരാധനയായാലും ഓട്ടമായാലും നടപ്പായാലും ദൈവത്തിന്റെ ഹിതത്തിനും പ്രമാണത്തിന് വിരുദ്ധമായി അവൻ സഞ്ചരിക്കാതെ ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് ഉയർത്താം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ചെറിയ സന്ദേശം കൊണ്ട് കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ ഹല്ലേലൂയ സഭയെ ചേർക്കാൻ വരുന്നത്
അവൻ ഊനമില്ലാത്ത എന്റെ ആടുകളെ ചേർക്കാനല്ല. അവൻ സ്തോത്രം ഹല്ലേലൂയ. ഊനമുള്ള ആടുകളെ ചേർക്കാനല്ല. സ്തോത്രം ഹല്ലേലൂയ. ദൈവിക സന്നിധാനത്തിൽ വിശുദ്ധിയോടും വേർപാടോടും ഊനമില്ലാതെ യാഗമർപ്പിക്കുന്ന ആരാധിക്കുന്ന കുറവുകളില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിനെ ചേർക്കുവാൻ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങാം. അനുദിനം നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരുങ്ങുന്നവരാണ്. സഭ എന്ന് പറയുന്നത് ഓരോ ദിവസം ഒരുങ്ങേണ്ടുന്നവരാണ്. ആമേൻ. നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അനുദിനം നമ്മൾ ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ആയതിനാൽ കർത്താവ് നമ്മെല്ലാവരും പറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് റോബിൻസൺ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റിയ സാഹചര്യത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. സ്തോത്രം. ജോസ് പാസ്റ്റർ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, നല്ലതും മനോഹരവുമായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഞായറാഴ്ചയുടെ വൈകുന്നേരവും പ്ലസ് മീഡിയ കൂട്ടായ്മയിൽ കർത്താവ് സംബന്ധിപ്പാൻ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മീറ്റിംഗിൽ മുടങ്ങാതെ സംബന്ധിപ്പാനൊക്കെയും ദൈവം സഹായിക്കുന്നുണ്ട്. കർത്താവെ, തുടർന്നുള്ള നാളുകളിലും കർത്താവെ എല്ലാവരും മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ദൈവം കൃപ ചെയ്യുമാറാകണം. ഈ രാത്രി മീറ്റിംഗിൽ കർത്താവെ ദൈവജനം സംസാരിച്ച അവിടുത്തെ ഭൃത്യനായി പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, ഒരു കുടുംബമായി ദൈവ ശുശ്രൂഷയിൽ മാനിക്കണേ. വിശാലതയെ അവിടുന്ന് ഒരുക്കുമാറകണം. കർത്താവെ, ഇനി കർത്തൃനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. തലമുറകൾക്കായി സ്തോത്രം. വേദങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, മീറ്റിംഗ് കർത്താവെ ഇന്ന് സംബന്ധിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ എല്ലാ അംഗങ്ങൾക്കായി സ്തോത്രയുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബൈബിൾ പഠനത്തിനായി സ്തോത്രം, ക്ലാസ് എടുക്കുന്ന അധ്യാപകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കൂട്ടായ്മകളും അനുഗ്രഹമായും മുടങ്ങാതെയും കർത്താവെ തുടർന്നും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണേ. കർത്താവെ, വരുന്ന ആളുകളിൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും സംബന്ധിപ്പാനും ദൈവം കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയമാകട്ടെ. ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.